ഇന്ന് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പൈത്തണിൽ എങ്ങനെ പാക്കേജുകൾ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഞാനിവിടെ കാൽക്ക് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ആദ്യം ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് ഞാൻ ആഡ് ഡോട്ട് പൈ മൾ ഡോട്ട് പൈ എന്ന് പറയുന്ന രണ്ട് പ്രോഗ്രാമുകൾ ക്രിയേറ്റ് ചെയ്തു. ഇനിറ്റ് ഡോട്ട് പൈ, ഈ ഇനിറ്റ് ഡോട്ട് പി വൈ എന്ന് പറയുന്ന ഈ പൈത്തൺ ഫയലിൽ ഒന്നുമില്ല. ജസ്റ്റ് ടച്ച് കമാൻഡ് ഉപയോഗിച്ചിട്ട് ഒരു empty ഫയൽ ക്രിയേറ്റ് ചെയ്യുക. പക്ഷേ നമുക്ക് ഈ ഇനിറ്റ് ഡോട്ട് പി വൈ എന്ന് പറയുന്ന ഫയൽ മാൻഡേറ്ററി ആണ്. ഓക്കെ, ഇനി ഞാൻ അഡീഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആഡ് ഡോട്ട് പി വൈയിലും എഴുതിയിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ മൾ ഡോട്ട് പി വൈയിലും എഴുതിയിട്ടുണ്ട്. ഞാനതൊന്ന് കാണിക്കാം അതിനെന്താണ് എഴുതിയേക്കുന്നതെന്ന്. അപ്പം ഇതാണ് എൻ്റെ മൾ ഡോട്ട് പി വൈ. ഈ മൾ ഡോട്ട് പി വൈ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. ഈ ഫംഗ്ഷനകത്ത് ഞാൻ എന്താ എഴുതിയേക്കുന്നത്, ഒരു മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് എ ബി എന്ന് പറയുന്ന രണ്ട് വാല്യൂ വന്നാൽ എ ഇൻറ്റു ബി ചെയ്യും. ഓക്കെ, ഇനി ഞാൻ അഡീഷന് വേണ്ടുന്നുള്ള ഒരു ഫംഗ്ഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. അതാണ് ഇത്. ആ ഫംഗ്ഷൻ്റെ പേര് സം എന്നാണ്. അതെന്താ ചെയ്യുന്നത്, രണ്ട് നമ്പേഴ്സ് വന്നാൽ അവയെ തമ്മിൽ ആഡ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ആഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ആഡ് ഡോട്ട് പി വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. മൾ ഡോട്ട് പി വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും ഞാൻ എവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ കാൽക്ക് എന്ന് പറയുന്ന ഈ ഫോൾഡറിനകത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആഡ് ഡോട്ട് പി വൈ എഴുതിയിട്ടുണ്ട്, മൾ ഡോട്ട് പി വൈ എഴുതിയിട്ടുണ്ട്, പിന്നെ ഇനിറ്റ് ഡോട്ട് പി വൈ. ഇനിറ്റ് ഡോട്ട് പി വൈയിൽ കണ്ടന്റ് ഒന്നുമില്ല, ജസ്റ്റ് ഇനിറ്റ് ഡോട്ട് പി വൈ എന്ന് പറയുന്നൊരു ഫയൽ ഉണ്ടാക്കി വെച്ചിട്ടേ ഉള്ളൂ. ഈ ഫയൽ ഞാൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് ആവുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട, ഈ 3 എണ്ണം മാത്രം ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ ഈ രണ്ട് ഫംഗ്ഷനും ഈ ഇനിറ്റ് ഡോട്ട് പി വൈയും ഞാൻ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും പുറത്ത് വന്നിട്ട് ദറ്റ് ഈസ് നമ്മുടെ ഇനി ഞാൻ ടെസ്റ്റ് 1 ഡോട്ട് പി വൈ എന്ന് പറയുന്ന എൻ്റെ മെയിൻ പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് ഞാൻ ഈ കാൽക്ക് എന്ന് പറയുന്ന ഈ പാക്കേജിനെ ഇമ്പോർട്ട് ചെയ്യുകയാണ്. സോ ആ പ്രോഗ്രാമിൻ്റെ കോഡ് ഞാൻ കാണിച്ചു തരാം. ഏതാണ് ടെസ്റ്റ് 1 ഡോട്ട് പി വൈ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വീണ്ടും ഈ എഡിറ്ററിൽ വന്ന് ടെസ്റ്റ് 1 ഡോട്ട് പി വൈ ഞാൻ കാണിച്ചേക്കുക. അതിനകത്ത് ഞാൻ ഇങ്ങനൊരു കോഡ് എഴുതിയിട്ടുണ്ട്. ഫ്രം കാൽക്ക് എന്ന് പറയുന്ന ആ പാക്കേജിൽ നിന്ന് ഞാൻ ഇമ്പോർട്ട് ആഡ് എന്ന് പറയുന്ന മൊഡ്യൂളിനെയും മള്ളെന്ന് പറയുന്ന മൊഡ്യൂളിനെയും ഞാൻ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ആഡിനകത്തുള്ള ഒരു ഫംഗ്ഷനാണ് സം. ആഡ് ഡോട്ട് സം കോൾ ചെയ്തു. എന്നിട്ട് 8 4 എന്ന് പറയുന്ന രണ്ട് വാല്യൂ പാസ് ചെയ്തു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ റിസൾട്ട് 8 + 4ൻ്റെ റിസൾട്ട് ഇവിടെ കാണിക്കും. അതേപോലെ മള്ളെന്ന് പറയുന്ന ആ പാക്കേജിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് നിന്ന് 8 4 ആണ് ഞാൻ കോൾ ചെയ്തേക്കുന്നത്. സോ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഉള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ പൈത്തൺ 3 ടെസ്റ്റ് 1 ഡോട്ട് പി വൈ എന്ന് കോൾ ചെയ്തപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു, 8ഉം 4ഉം കൂടി തമ്മിലുള്ള അഡീഷൻ റിസൾട്ട് എന്ത് കാണിച്ചു, 12 എന്ന് കാണിച്ചു. അതേപോലെ ഈ 8ഉം 4ഉം തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ട് എന്ത് കാണിച്ചു, 32 കാണിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, പാക്കേജുകൾ ക്രിയേറ്റ് ചെയ്ത് യൂസർ ഡിഫൈൻഡ് പാക്കേജുകൾ ക്രിയേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്.